എവിടെ എന്റെ മഞ്ഞ റോസ എന്ന് പറയണ പോലെ എവിടെ ഈ ബൊക്കെ ഉണ്ടാക്കുന്ന വീഡിയോ എന്ന് കുറച്ചു പേര് ചോദിച്ചിട്ടൊന്നുമില്ല. എന്നാലും എന്റെ ഒരു സന്തോഷത്തിന് ഞാൻ തന്നെ അങ്ങ് പറയുന്നു, ദാ പിടിച്ചു വീഡിയോ. ഇതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് പൈപ്പ് ക്ലീനർ, ഒരു വൈറ്റ് പൈപ്പ് ക്ലീനർ, ഒരു കമ്പി വേണം. ഒരു പെറ്റൽ ഉണ്ടാക്കാൻ നമുക്ക് 2 പൈപ്പ് ക്ലീനർ ആണ് കേട്ടോ വേണ്ടത്. ഒരു പെറ്റൽ എടുക്കുക, 2ആയിട്ട് ഫോൾഡ് ചെയ്യുക. ഇനി എഗെയിൻ അതിനെ പിന്നെ ഒന്നും കൂടെ ഫോൾഡ് ചെയ്യുക. ടോട്ടലി 2 ഫോൾഡ് വേണം ഒരു പൈപ്പ് ക്ലീനർ വെച്ച് ചെയ്യാം. ഇനി അടുത്ത പൈപ്പ് ക്ലീനർ എടുക്കുക, അതിന് ഒറ്റ പ്രാവശ്യം ഫോൾഡ് ചെയ്യുക. നേരത്തെ ഫോൾഡ് ചെയ്ത് വെച്ചില്ലേ, അതിന്റെ ഇടയിൽ കൂടി ഇങ്ങനെ കയറ്റുക. എന്നിട്ട് ജസ്റ്റ് അവിടെ നിന്ന് ട്വിസ്റ്റ് ചെയ്യണം, ആ ഒരു ടൈറ്റ്നെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി ഇപ്പം സിമ്പിൾ ആണ്. ഇത് നേരെ അടുത്തോട്ട് കൊണ്ടുവരിക, അതായത് തിരിച്ചു കൊണ്ടുവന്നിട്ട് അതൊരു പെറ്റൽസിന്റെ ഷേപ്പിൽ വിടർത്തി വെക്കുക. ദെൻ അവിടെ ഒന്ന് ട്വിസ്റ്റ് ചെയ്യുക. നീളം കൂടി ഒരു പാർട്ട് എടുത്തിട്ട് അത് ചുറ്റും നമ്മൾ ചുറ്റി കൊടുക്കുക. ഒന്ന് ടൈറ്റ് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ആക്ച്വലി പൈപ്പ് ക്ലീനേഴ്സ് വെച്ചിട്ട് ഫ്ലവേഴ്സ് ഉണ്ടാക്കുന്നത് നല്ല തെറാപ്പിക് പരിപാടിയാണ്. നമുക്ക് നല്ല റിലാക്സേഷനും കിട്ടും. ഇവിടെ വേറെ ടൂൾസിന്റെ ഒന്നും ആവശ്യമില്ല. ഒരു സിസേഴ്സ് പോലും നമുക്ക് പൈപ്പ് ക്ലീനേഴ്സിനെ എടുത്ത് കട്ട് ചെയ്യാൻ പോലും ഉപയോഗിക്കേണ്ടി വരില്ല കേട്ടോ. ഇനി ഉള്ളിലെ ആ കുട്ടിപ്പൂ ഉണ്ടാക്കാൻ വേണ്ടി വൈറ്റ് പൈപ്പ് ക്ലീനർ എടുത്ത് ഒരു പെന്നോ സ്കെച്ച് പെന്നോ എന്തെങ്കിലും വെച്ചിട്ട് അതിന് ചുറ്റും ഇങ്ങനെ റോൾ ചെയ്തിട്ട് അതിനെ ഇങ്ങനെ വലിച്ചൂരിയെടുക്കുക. അതിന്റെ ഉള്ളിൽ കൂടെ കയറ്റി ഇതേപോലെ ചെയ്താൽ മതി. നമുക്ക് കുട്ടി ഫ്ലവേഴ്സ് ആക്കി എടുക്കാൻ പറ്റും കേട്ടോ. അപ്പൊ ഇതിനെ നമുക്ക് ഇനി ജസ്റ്റ് ഓരോ പെറ്റൽ വെച്ചിട്ട് ട്വിസ്റ്റ് ചെയ്തെടുക്കണം. എന്നിട്ട് അതിനെ ഒന്ന് ജസ്റ്റ് ഒന്ന് അമർത്തി കൊടുത്തൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് നല്ലൊരു അടിപൊളി പെറ്റൽ ഷേപ്പിൽ വന്നിട്ട് ഓരോന്നും നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് പെറ്റൽസ് ആയിട്ട് കിട്ടും. അപ്പൊ നമുക്കൊരു ഒരു വൈറ്റ് ഫ്ലവർ കിട്ടും കേട്ടോ. ഇതുപോലെ നമ്മുടെ ഇഷ്ടമുള്ള ഷേപ്പിൽ നമുക്ക് ഈ പൈപ്പ് ക്ലീനേഴ്സിനെ തിരിച്ചും മറിച്ചും ഒക്കെ ആക്കാം കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ ഉണ്ടാക്കി വെച്ച ഓരോരോ പെറ്റൽസ് എടുത്തിട്ട് ഇതിന് ചുറ്റും ആ കമ്പിയില്ലേ അത് വെച്ചിട്ടൊന്ന് ചുറ്റി കൊടുക്കുക കേട്ടോ. ഞാൻ കമ്പി ഉപയോഗിക്കുന്നത് വെച്ചാൽ അതൊന്നും ടൈറ്റ് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അങ്ങനെ എല്ലാ പെറ്റിലും വെച്ച് കഴിയുമ്പോൾ ഇതുപോലെ ഇരിക്കും നമ്മുടെ ഫ്ലവർ. ഇനിയിപ്പോൾ ജസ്റ്റ് ഒന്ന് വിടർത്തിയൊക്കെ കൊടുത്താൽ മതി. ഇനി നിങ്ങൾക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ സ്റ്റെം വേണമല്ലോ. അപ്പോൾ അടുത്തൊരു കമ്പി എടുത്തിട്ട് ഇതുപോലെ ഒന്ന് വളച്ച് ട്വിസ്റ്റ് ചെയ്തിട്ട് ഈ പൂവിൻ്റെ ഉള്ളിൽ കൂടെ കുത്തി കയറ്റി ഇറക്കിയാൽ മതിയേ. അത് എളുപ്പമായിട്ട് കയറി വന്നോളൂ കേട്ടോ. സിമ്പിളാണ്. ഇനി ബാക്കി വന്ന താഴോട്ടുള്ള എല്ലാം കൂടെ നമുക്ക് ഈ കമ്പിയുടെ ചുറ്റും ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി ഈ ട്വിസ്റ്റ് ചെയ്ത് വെച്ചതിന് ചുറ്റും നമുക്ക് വേണേൽ ഗ്രീൻ ടേപ്പ് വെച്ചിട്ടും വലിച്ചൊട്ടിക്കാൻ പറ്റും. എനിക്കെന്തോ ഗ്രീൻ ടേപ്പിന്റെ ശാപം തോന്നുന്നു. ഇതുവരെ ആ ഗ്രീൻ ടേപ്പ് കിട്ടിയില്ല കേട്ടോ. ഇങ്ങനെ ഇരിക്കും പല കളറിലെ പൂക്കൾ നമ്മൾ ഉണ്ടാക്കി കഴിയുമ്പോൾ ഒരു ബൊക്കെ അടിപൊളിയായിട്ടില്ലേ? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കമന്റ് ചെയ്യണേ. ട്രൈ ആക്കിയിട്ടും കമന്റ് ചെയ്യണം കേട്ടോ, ഇഷ്ടപ്പെട്ടു എന്നുള്ള കാര്യം. അപ്പോൾ ഓക്കെ, ബൈ. നെക്സ്റ്റ് വീഡിയോ കാണാം.